ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് പല്ലി, എലി, പാറ്റ, ഈച്ച എല്ലാത്തിനും ഒന്നിച്ച് തീർത്താണ് നല്ല കീടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തേങ്ങയാണ് വേണം കേട്ടോ, തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് എടുക്കാം. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല കട്ടി പാല് കിട്ടും. ആ പാലാണ് ഇതിനെയൊക്കെ ആകർഷിക്കുന്നത്. ഇനി നമുക്കതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കടുക്, അതേപോലെ തന്നെ വലിയ ജീരകം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ വലിയ ജീരകം കുറച്ച് മാത്രം മതി, കടുകാണ് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇത് ആക്കി കൊണ്ടുവരാം, ഒന്ന് പിഴിഞ്ഞ് പാലാക്കി എടുക്കാം. പിന്നെ നമുക്ക് കടുക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. കടുകും അതേപോലെ വലിയ ജീരകം സ്വല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം വലിയ ജീരകത്തിന് ആ മണം മുന്തി നിൽക്കുകയാണെങ്കിലും ഇതൊന്നും അത് നക്കി കഴിക്കത്തില്ല. കാരണം ഇത് പാലാകുമ്പോഴത്തേന് ആ ഒരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് നക്കി കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കുന്നത്. നമുക്കതെല്ലാം ഒരു ടിന്നിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് പാലിരിപ്പുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ ഒരു കടുക് ചതച്ചത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുങ്ങളിതെല്ലാം കുടിച്ചിട്ട് പോകുമ്പോഴത്തേനും ഇതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആവും കേട്ടോ. കടുകും അതേപോലെ തന്നെ ജീരകം പൊടിച്ചതൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിന് കൊടുക്കുകയാണെങ്കിൽ വയറൊക്കെ അങ്ങ് പൊള്ളും കേട്ടോ, നല്ലൊരു എഫക്റ്റാണ്. ഇനി ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്, സോപ്പ് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ, എല്ലാം ഒരു സ്വല്പം മാത്രം മതി. അപ്പോൾ ഇത് ഇത്രയും മതി. കുറേ പല്ലിയും പാറ്റയും എല്ലാത്തിനും ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ സാധനമാണിത്. എലിയാണേലും വന്ന് നക്കിക്കൊണ്ട് പോകും. കാരണം വീട്ടിനകത്തുള്ള എലിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ച് കൊടുക്കുക, പുറത്തുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കുക. പുറത്ത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രത്തിനകത്താക്കി വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നല്ല പരന്ന പാത്രത്തിലാകുമ്പോഴത്തേനും അതെല്ലാം ഇപ്പോൾ നല്ല സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കടുകും വലിയ ജീരകം കൂടെ ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം മതി. ആ പാലിൻ്റെ ഒരു മണം അതെന്തായാലും കുടിച്ചിട്ട് പോകും. പാലിന് നല്ലൊരു തേങ്ങാപ്പാലാകുമ്പോൾ നല്ലൊരു മണമാണ്. കാരണം പല്ലിയും പാറ്റയും എലിയും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേനും പുകച്ചിലും വെപ്രാളവും കൊണ്ട് അത് ഈ പരിസരം വിട്ട് തന്നെ ഓടിക്കോളൂ കേട്ടോ. അപ്പോൾ പല്ലിയാണേലും എലിയാണേലും പാറ്റയാണേലും എന്ത് സാധനം